രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാരികളെ മർദ്ദിച്ച സംഭവം അടിസ്ഥാനരഹിതമെന്ന് രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഭാരവാഹികൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കിടി റോഡ്, കട്ടപ്പന. ക്രിസ്തുമസ് ദിവസം രാമക്കൽമേട് മൗണ്ടൻ മിസ്റ്റ് ഹോം സ്റ്റേയിൽ വിനോദസഞ്ചാരികളെ ഹോം സ്റ്റേ ഉടമയും സംഘവും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വൈദ്യുതി നിലച്ചതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. തർക്കം ഒടുവിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ക്യാൻസർ രോഗിയായ സ്ഥാപന ഉടമയുടെ അമ്മയെയും സ്ഥാപന ഉടമയെയും അച്ഛനെയും സഹോദരനെയും വിനോദസഞ്ചാരികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും അസഭ്യം പറഞ്ഞതായും സ്ഥാപന ഉടമ പറയുന്നു. ലൈറ്റൊക്കെ കത്തുണ്ടായിരുന്നു, ഇൻവെർട്ടർ ഉള്ളതാണ്. അപ്പം ഇവർ കിച്ചൺ ടീമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഫാനില്ലെങ്കിൽ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ELCB ഒന്നും ട്രിപ്പായിട്ടില്ല. അപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫ്യൂസ് പോയിട്ടുണ്ട്. ഇവർ ഈ കിച്ചൺ ടീം ആയതുകൊണ്ട് മറ്റേ നമ്മുടെ കെറ്റിലോ മറ്റെന്തോ സാധനം കണ്ട് കുത്തിയിട്ട് ഇൻഡക്ഷൻ കുക്കറൊക്കെ കുത്തിയാന്ന് തോന്നുന്നു ഇത് പോയതാണ്. അപ്പം ഇവിടെ വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ നമ്മളെ ഭയങ്കരമായിട്ട്, ഞാൻ എന്നിട്ട് ഇത് റെഡിയാക്കിയിട്ട് പോകുന്നു. അപ്പോൾ ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് അസഭ്യമായിട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇങ്ങനെയാണോ റൂം കൊടുക്കുന്നത്, ഇതാണോ, നമ്മൾ റേറ്റ് കുറച്ചാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇവർ നമ്മളെ ഇതുപോലെ പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ ഇതിപ്പോൾ കറണ്ട് വന്നു, ഇതിനകത്ത് ഫാൻ കറങ്ങുന്നുണ്ടെന്ന് പറയും. ഇവരപ്പം നമ്മളെ തെറി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പാവൂട്ടിയും പൂക്കുട്ടിയും എല്ലാം നല്ല രീതിയിൽ തെറി പിടിച്ചിട്ടിരുന്നിട്ട് പാവൂട്ടിക്ക് തന്നെ വിളിക്കുന്നു. എന്നിട്ട് ശരിയേട്ടാ കറണ്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറിപ്പോയി. അപ്പോഴും ഇവർ തെറി നിർത്താതെ ഇങ്ങനെ കിടന്ന് ഭയങ്കര ബഹളമായി. അപ്പം ഞാനും അച്ഛനും പതിയെ ഇറങ്ങി വന്നത് എന്നാന്ന് ചോദിക്കാൻ വേണ്ടി. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ സംഘം ചേർന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വിട്ടിട്ട് നമ്മുടെ റൂമിൻ്റെ അകത്തോട്ട് തല്ലി വലിച്ച് അവിടെ ഇട്ട് മർദ്ദിച്ചു. അപ്പം ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് അനിയനെയും കൂടെ കൂട്ടിയിട്ട് അകത്തോട്ട് പോയി. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ വീണ്ടും എല്ലാവരും കൂടെ ഞങ്ങളെ കൂടി ഇട്ടിടിച്ചു. അച്ഛനെ എല്ലാവരും ഇടിച്ചു. അപ്പം ഈ ഒച്ച കേട്ടുകൊണ്ട് താഴെ നിന്ന് അമ്മയ്ക്ക് ക്യാൻസർ ഉള്ള, അപ്പോൾ കീമോ കഴിഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ അമ്മയും വന്നു. അപ്പോൾ അമ്മേനെ ഇവർ പിടിച്ച് ഭിത്തിയിലിടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് രാത്രി തലകറക്കവും ഇതുമെല്ലാമായിട്ട് ബാത്റൂമിലൊക്കെ തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്തു. ഇതുപോലെ ഇവർ കാണിച്ച് എന്നിട്ട് നമ്മുടെ ഭാഗത്തൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ നമ്മളെ ഇവിടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലെല്ലാം വന്നിട്ട് അവിടുത്തെ ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിച്ചു, നമ്മുടെ കസേരകളെല്ലാം അടിച്ചു പൊളിച്ചു, ഒത്തിരി നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് അവന്മാർ പോകുന്നു. രാത്രിയിൽ ഇവിടെ വന്ന് റൂം എടുത്ത് ബുക്ക് ചെയ്ത് രാത്രി ആയപ്പോഴത്തേനും ഫാൻ കറങ്ങുന്നില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വന്ന് വാതിലെ മുട്ടി. അവിടുന്ന് കുട്ടികൾ പിള്ളേരെ പറഞ്ഞു വിട്ടു. ചേട്ടൻ എക്സ് സർവീസ്മാൻ, അതിൻ്റെ ഭർത്താവ്. ഞാനാണ് കീമോ ഒക്കെ ചെയ്ത് ക്യാൻസർ രോഗിയാണ്, വയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പോഴത്തേനും വന്ന് രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ വന്നെല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ഉപദ്രവിക്കുകയും അവർ ഇതൊക്കെ കാശ് മേടിച്ചുകൊണ്ട് നീയൊക്കെ ഇത് ശരിയാക്കാതെ എന്ത് കാണിച്ചിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം കാർച്ച കെട്ടുകൊണ്ട് ഓടിച്ചെന്ന് ഞാനും എൻ്റെ മരുമക്കളും അവരെ അസൗമ്യം പറയുകയും വയ്യാതിരുന്ന് എന്നെ ചവിട്ടുകയും തൊഴിക്കുകയും എല്ലാം ചെയ്തു. എൻ്റെ തലയൊക്കെ കണ്ടു പിടിച്ച് ചവിട്ടുകയും ഇരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആശുപത്രിയിലൊക്കെ രാത്രി ഉറങ്ങിക്കിടന്ന് ഞങ്ങൾ തല കറങ്ങി വീണു. പിന്നെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു ഇവർ. വിനോദസഞ്ചാരികളുടെ സംഘം സ്ഥാപനത്തിന് കേടുപാടുകൾ വരുത്തിയ ശേഷം തൊടുപുഴയിലെത്തി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും കള്ളക്കേസ് കൊടുക്കുകയുമാണ് ചെയ്തതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. രാമക്കൽമേട്ടിലുള്ള റിസോർട്ടിൽ ഹോം സ്റ്റേയിൽ കുറേ സഞ്ചാരികൾ എത്തുകയും അവർ ബുക്കിംഗ് എടുത്തതിന് ശേഷം റൂമിൽ കയറി ഫാന് കറങ്ങുന്നില്ല എന്ന് പറയുന്നത് സാങ്കേതിക തകരാറ് മൂലം ഫാൻ കറങ്ങാതിരുന്നപ്പോൾ അത് പരിഹരിക്കാൻ ചെന്ന ഹോം സ്റ്റേ ഉടമയെ ഒരു കാരണവുമില്ലാതെ തെറി വിളിക്കുകയും പ്രകോപനം ഉണ്ടാക്കുകയും തല്ലുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവർ ഈ സ്ഥാപനത്തിൻ്റെ ചില്ലുകളൊക്കെ അടിച്ചു തകർക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാപന ഉടമയും അദ്ദേഹത്തിൻ്റെ ഫാദറിനെയും മാതാവിനെയും ഒക്കെ തള്ളിയിടുകയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കേസിൻ്റെയും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ ഇതിനുവേണ്ടി അവർ കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അന്യസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും എല്ലാം കടമ. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട്. എങ്കിൽ മദ്യവെച്ചിട്ട് എത്തുന്ന അവരുടെ ഒരു ആഘോഷത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും അതിൻ്റെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന രീതി ഈ അടുത്ത ഇടയ്ക്ക് ഇച്ചിരി കൂടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രവണതകൾക്കെതിരെ അസോസിയേഷൻ ശക്തമായിട്ട് രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ രാമക്കൽമേട്ടിൽ തുടർന്നാൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കിടി റോഡ്, ഇടുക്കി കവല.
വീട് എന്നത് ഒരു സ്വപ്നമാണ്. ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ്. വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ക്യൂ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാങ്കുടി റോഡിൽ സെന്റ് ജൂഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡായ കാർപ്പന്റേഴ്സിന്റെ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും. വുഡ് ക്യൂ ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയാങ്കുടി റോഡ്, കട്ടപ്പന.